1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഓ ഫാബി. സാങ്കേതിക വിദ്യയുടെ പരിമിതികൾക്കിടയിലും മലയാള സിനിമ നടത്തിയ ധീരമായ ഒരു ചുവടുവെപ്പായിരുന്നു ഇത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മുഴുനീള ലൈവ് ആക്ഷൻ ആനിമേഷൻ ഹൈബ്രിഡ് സിനിമ എന്ന പദവി ഈ ചിത്രത്തിന് സ്വന്തമാണ്. കെ ശ്രീകുട്ടൻ അഥവാ ശ്രീകുമാർ കൃഷ്ണൻ നായർ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഹോളിവുഡ് ചിത്രമായ ഹൂ ഫ്രെയിംഡ് റോജർ റാബിറ്റ് എന്ന സിനിമയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ആശയം ലഭിച്ചത്. സൈമൺ തരകൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ മകൻ റോക്ക് തരകനാണ് നായകനായി അഭിനയിച്ചത്. ഇന്ത്യൻ ആനിമേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റാം മോഹനാണ് ഫാബി എന്ന ആനിമേഷൻ കഥാപാത്രത്തിന് ജീവൻ നൽകിയത്. ഈ സിനിമ ചിത്രീകരിക്കുമ്പോൾ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന അക്കാലത്ത് 63,000 ഫ്രെയിമുകൾ കൈകൊണ്ട് വരച്ചാണ് ആനിമേഷൻ പൂർത്തിയാക്കിയത്. റോട്ടോസ്കോപ്പി മെഷീനുകളുടെ അഭാവം പരിഹരിക്കാൻ 50ഓളം ആർട്ടിസ്റ്റുകൾ ചേർന്ന് സ്വന്തമായി മെഷീനുകൾ നിർമ്മിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. പ്രമേയവും കഥാപാത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരും ആനിമേഷൻ കഥാപാത്രങ്ങളും ഒന്നിച്ചഭിനയിച്ച ഈ ചിത്രം സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് പറഞ്ഞത്. തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തളരുന്ന നായകൻ ഫാബി എന്ന ആനിമേഷൻ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള അപൂർവമായ സൗഹൃദവുമാണ് സിനിമയുടെ കാതൽ. നാഗേഷ്, തിലകൻ, മനോജ് കെ ജയൻ, ശ്രീവിദ്യ തുടങ്ങിയ പ്രഗത്ഭരായ അഭിനേതാക്കളും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിൽ ബിച്ചു തിരുമല എഴുതിയ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ്. യേശുദാസ്, KS ചിത്ര, SP ബാലസുബ്രഹ്മണ്യം എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഏകദേശം 1.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ ചിത്രം അക്കാലത്ത് സാമ്പത്തികമായി പരാജയമായിരുന്നു. മലയാള പ്രേക്ഷകർ അക്കാലത്ത് ഇത്തരം പരീക്ഷണങ്ങളെ ഏറ്റെടുക്കാത്തതാണ് പരാജയത്തിന് കാരണമായി കണക്കാക്കുന്നത്. എന്നാൽ ഇന്ന് ഓ ഫാബി ഒരു കൾട്ട് ക്ലാസിക്കായി അറിയപ്പെടുകയും സിനിമാ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നാവുന്ന പല കാര്യങ്ങളും ഈ ചിത്രത്തിന്റെ നിർമ്മാണ വേളയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഓരോ രംഗവും 2 തവണയാണ് ഷൂട്ട് ചെയ്തത്. ആദ്യം ആനിമേഷൻ കഥാപാത്രത്തിന് പകരം ഒരു ഡമ്മി അഭിനേതാവിനെ, അത് മേള രഘു എന്ന ഒരാളായിരുന്നു, അദ്ദേഹത്തെ വച്ച് ഷൂട്ട് ചെയ്തു. പിന്നീട് അതേ രംഗം തന്നെ ആനിമേഷൻ കഥാപാത്രത്തിന് വേണ്ടി ഇടം വിട്ടുകൊണ്ട് വീണ്ടും ചിത്രീകരിച്ചു. ആനിമേഷൻ ചെയ്യുന്നതിനായി ഇന്ത്യയിലാകെ ഒരു റോട്ടോസ്കോപ്പി മെഷീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രതിസന്ധി മറികടക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ക്ലിക്ക് 3 ക്യാമറകളും ഹാലോജൻ ലൈറ്റുകളും ഉപയോഗിച്ച് അണിയറ പ്രവർത്തകർ സ്വന്തമായി 50 റോട്ടോസ്കോപ്പ് മെഷീനുകൾ നിർമ്മിച്ചാണ് കഥാപാത്രങ്ങളെ വരച്ചുണ്ടാക്കിയത്. ഏകദേശം 2 ലക്ഷം അടി ഫിലിം ഈ സിനിമയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി അക്കാലത്ത് ഉപയോഗിച്ചത് ഏറ്റവും വലിയ അളവായി ഇതിനെ കണക്കാക്കാം. ഇന്ത്യൻ ആനിമേഷൻ പിതാവ് എന്നറിയപ്പെടുന്ന റാം മോഹൻ ആണ് ഫാബിയുടെ ഭാവങ്ങളും ചലനങ്ങളും ഡിസൈൻ ചെയ്തത്. ആദ്യം ഈ പ്രൊജക്റ്റ് കേട്ട് അമ്പരന്ന അദ്ദേഹം പിന്നീട് ധീരമായി ഈ ശ്രമത്തിന് എല്ലാ പിന്തുണയും നൽകുകയാണ് ഉണ്ടായത്. ഫാബിയും സിദ്ധാർത്ഥും തമ്മിലുള്ള അപൂർവമായ ബന്ധമാണ് ഈ സിനിമയുടെ കാതൽ എന്ന് പറഞ്ഞല്ലോ. സിനിമയുടെ കേന്ദ്ര കഥാപാത്രം സിദ്ധാർത്ഥ് എന്ന ഒരു ബാലനാണ്. സമ്പന്നനായ ചുറ്റുപാടിലാണെങ്കിലും മാനസികമായി വളരെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അവൻ. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളും വീട്ടിലെ അന്തരീക്ഷവും അവനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഈ ഏകാന്തതയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ തൻ്റെ ഭാവനയിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു. സിദ്ധാർത്ഥന്റെ സങ്കല്പങ്ങളിൽ നിന്ന് ജനിക്കുന്ന ഒരു ആനിമേഷൻ കഥാപാത്രമാണ് ഫാബി. മറ്റാർക്കും ഫാബിയെ കാണാനോ ഫാബിയോട് സംസാരിക്കാനോ കഴിയില്ല. സിദ്ധാർത്ഥന് മാത്രം കാണാൻ കഴിയുന്ന ഫാബി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്നു. ഫാബിയുടെ സാന്നിധ്യം സിദ്ധാർത്ഥന് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കൊടുക്കുന്നു. അവർ ഒന്നിച്ച് കളിക്കുകയും യാത്രകൾ ചെയ്യുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും അവൻ ആരോടോ സംസാരിക്കുന്നത് കാണുന്നതും വീട്ടുകാരെയും നാട്ടുകാരെയും ഭയപ്പെടുത്തുന്നുണ്ട്.
അവന് മാനസികമായ എന്തോ തകരാറുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ഇതിനിടയിൽ സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ ചില വില്ലൻ കഥാപാത്രങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഫാബിയെ ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ ചതിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. സ്നേഹവും സൗഹൃദവും കൊണ്ട് എങ്ങനെ പ്രതിസന്ധികളെ മറികടക്കാം എന്നതാണ് സിനിമയുടെ ശുഭാപ്തി വിശ്വാസമുള്ള ക്ലൈമാക്സ്. പച്ചയായ മനുഷ്യർക്കിടയിൽ ഫാബി എന്ന ആനിമേഷൻ കഥാപാത്രം നടത്തുന്ന ഇടപെടലുകൾ വളരെ രസകരമായും വൈകാരികമായും തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് തന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതും ഫാബി അവനെ കരുത്തനാക്കുന്നതുമാണ് സിനിമയുടെ ആകെ തുക എന്ന് പറയാനാവുന്നത്. ഒരു കാർട്ടൂൺ കഥാപാത്രവും മനുഷ്യനും ഒരേ ഫ്രെയിമിൽ സംസാരിക്കുന്നതും വസ്തുക്കൾ കൈമാറുന്നതും അന്നത്തെ കുട്ടികൾക്ക് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. കേവലം ഒരു ആനിമേഷൻ സിനിമ എന്നതിനപ്പുറം കുട്ടികളുടെ മനഃശാസ്ത്രവും കുടുംബ ബന്ധങ്ങളും ഈ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഈ സിനിമ എത്തരത്തിലാണ് ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, റിലീസ് സമയത്ത് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ സാങ്കേതിക പരീക്ഷണം എന്ന നിലയിൽ ഈ ചിത്രം ഇന്നും ആദരിക്കപ്പെടുന്ന ഒന്നാണ്. കുട്ടികൾക്കായി ഇത്രയും വലിയ ഒരു ബജറ്റിൽ ഒരു സിനിമ നിർമ്മിക്കാനുള്ള ധൈര്യം കാണിച്ച സൈമൺ തരകനും സംവിധായകൻ ശ്രീകുട്ടനും സിനിമാ ചരിത്രത്തിൽ ഇതോടുകൂടി ഇടം പിടിച്ചു.